രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണോ? ആണോ? പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് എന്തേ നിങ്ങൾ 27-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല? എന്തേ നിങ്ങൾ 28-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല? 27, 28 ശനിയും ഞായറുമായിരുന്നു, അസംബ്ലി ഉണ്ടായില്ല. അബദ്ധം പറയണതിനൊരു പരിധി വേണ്ടേ? ഞങ്ങൾക്കാണെങ്കിൽ മൈക്കില്ലല്ലോ, ഞങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മറുപടി കൊടുത്തേനെ. പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം, പോലീസിനൊരു പരാതി ലഭിക്കുന്നത് 29-ാം തീയതി ഉച്ചയ്ക്ക് 12:10. 26-ാം തീയതി സംഭവം നടന്നു. 27-ാം തീയതി ആലപ്പുഴ DCC സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു. 28-ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൺകുമാർ പരാതി കൊടുത്തു. അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത് തെങ്ങുമുള്ളയുടെ പരാതിയുണ്ട്. അടുത്ത ദിവസം തൃശൂരില് KPCC സെക്രട്ടറി CC ശ്രീകുമാർ പരാതി കൊടുത്തു. എന്നിട്ട് 29-ാം തീയതി പരാതി കിട്ടിയിട്ടുള്ളത് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിണറായി വിജയനെതിരായിട്ട് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, അവന്റെ വീട് റെയ്ഡ് ചെയ്യുകയും ചെയ്യും, അവന്റെ കമ്പ്യൂട്ടർ വരെ എടുത്തുകൊണ്ട് പോകും, ഫോൺ വരെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസ്സാര കാര്യമാണെന്ന്? ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണോ? ആണോ? ഒരു പ്രതിഷേധവും നടന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയില്ലേ? KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാം തെരുവിലല്ലായിരുന്നു അതിന്റെ തലേ ദിവസം? അദ്ദേഹം കണ്ടില്ലേ? എന്തും പറയാം, അസംബ്ലിയിലും അസംബ്ലിക്ക് പുറത്തും. ഇവർ രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത്. 2 മന്ത്രിമാരും അവർ പറഞ്ഞത് പിൻവലിക്കണം.